നമസ്കാരം സുഹൃത്തുക്കളെ, മലയാളി കർഷകൻ ഒരു പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഹമീദ് ക പെരിന്തൽമണ്ണ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗപ്പികളും പിന്നെ കോഴികൾ അതേപോലെ പക്ഷികളെ കാണാനാണ് ഇന്ന് മലയാളി കർഷകൻ പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഹമീദ്ക്കാടെ ഫാമിൻ്റെ പേര് തയ്യിൽ ഗപ്പി ഫാം എന്നാണ്. ഇത് പെരിന്തൽമണ്ണന്ന് മാനത്തുമംഗലം റൂട്ടിൽ കുറച്ചുള്ളിലാണ് ഹമീദ്ക്കാടെ വീടുള്ളത്. ഹമീദ്ക്ക അവകാശപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 5 രൂപ മുതൽ 15,000 രൂപ വരെ വിലയുള്ള ഗപ്പീസ് ഉണ്ടെന്നാണ്. ഒരു മാസം അദ്ദേഹത്തിൻ്റെ വരുമാനം ഗപ്പീന്ന് മാത്രമായിട്ട് 50,000 റുപ്യോളം അദ്ദേഹം സമ്പാദിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഗപ്പീസിനെ കുറിച്ചുള്ള അതിൻ്റെ വിലയും കുറച്ച് ഗപ്പീസിനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും മലയാളി കർഷകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ ഫാൻറ്റയിൽ 600 റുപ്യ പേർ. യെല്ലോ കോബ്ര എങ്ങനെ റേറ്റ് മിക്ക 400 റുപ്യ പേർ. ഓറഞ്ച് ടെക്സിഡോ വൈറ്റ് ഇയർ എങ്ങനെ റേറ്റ് മിക്ക പേർ റേറ്റ് 400. മെറ്റാലിക് റെഡ് ലൈസ് റിബണ് 1000 റുപ്യ പേർ. യെല്ലോ ടൈഗർ എങ്ങനെ റേറ്റ് 5000 റുപ്യ പേർ. F1 ബ്രീഡ് തായ്ലൻഡ്. ഇത് വിദേശ വിദേശം, എല്ലാതും വിദേശികളാണ്. F1 ബ്രീഡാണ്. ഇന്തോനേഷ്യൻ ബ്ലൂ ഡ്രാഗൺ എന്താ റേറ്റ് മിക്ക അതിന് 1000 റുപ്യ പേർ. വൈറ്റ് ടെക്സിഡോ റിബണ് എന്താ റേറ്റ് മിക്ക പേർ 800. ആൽബിനോ ഗ്രീൻ ലൈസ് 500 റുപ്യ പേർ. പർപ്പിൾ മൊസൈക്ക് ബിഗ് ഇയർ എന്താ റേറ്റ് പേർ 400. ടെക്സിഡോ കോയ റിബണ് 1200 റുപ്യ പേർ. സാൻഡ ബിഗ് ഇയർ പേർ 1200. മെറ്റാലിക് റെഡ് ലൈസ് റിബണ് 1000 റുപ്യ പേർ. ബ്ലൂ കോബ്ര 300 റുപ്യ പേർ. മോസ്കോ വയലറ്റ് 400 റുപ്യ പേർ. ബ്ലാക്ക് ഐ ഗ്രീൻ മെറ്റാലിക് ഗ്രീൻ ലൈസ് എന്താ വില 300 റുപ്യ പേർ. മോസ്കോ ബ്ലൂ 300 റുപ്യ പേർ. മോസ്കോ ഗ്രീൻ 300 റുപ്യ. HB ബ്ലൂ 300 റുപ്യ. ആൽബിനോ ബ്ലൂ ഫിലിം 500 റുപ്യ പേർ.
സെക്സി ബ്ലൂ 600 റുപ്യ പേർ. അമീർക്ക, എത്ര വർഷമായി നിങ്ങൾ ഈ പിന്നെ ഫീൽഡിൽ വന്നിട്ട്? ഏതെല്ലാം ഇനം വെറൈറ്റി ഗപ്പീസാണ് നിങ്ങൾ വളർത്തുന്നത്? ഏകദേശം 18ഓളം വർഷത്തിലധികമായി ഗപ്പി മത്സ്യങ്ങളെ പരിപാലിക്കുന്നു. പക്ഷെ ഇതൊരു തൊഴിലായി സ്വീകരിച്ചിട്ട് 5 വർഷത്തോളം ആകുന്നേ ഉള്ളൂ. ഏതായാലും ഒരു നന്നായിട്ടുള്ള ഒരു ഫീൽഡായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇന്ന് കൗതുക മത്സ്യ കൃഷി രംഗത്ത് വലിയൊരു മുന്നേറ്റം കേരളത്തിൽ കോടാനുകോടി രൂപയുടെ വിറ്റുവരവ് നടക്കുന്ന സാധ്യതകളുള്ള ഒരു ഫീൽഡായിട്ട് തന്നെയാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. ഈ രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കർഷകനായിട്ട് മുന്നിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു പ്രചോദനം തന്നെയാണ്. പക്ഷെ ഈ രംഗത്ത് കുറേ കാര്യങ്ങളിൽ ഗവൺമെന്റ് കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, വിദേശ രാജ്യങ്ങളിലേക്ക് മത്സ്യം കയറ്റുമതിക്കുള്ള ഒരു അവസരം ഗവൺമെന്റ് നൽകേണ്ടതാണ്. കാരണം ഇന്ന് ലോകത്തിൽ തന്നെ കൗതുക മത്സ്യങ്ങളെ തായ്ലൻഡ്, ഇന്തോനേഷ്യ, ചൈന അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളൊക്കെ വിദേശ നാണ്യം ഒരുപാട് നേടിത്തരുന്ന ഒരു ഫീൽഡാണ്. പക്ഷെ ഇന്ത്യ രാജ്യത്ത് അതിന് വലിയൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ, നല്ല വെള്ളം കിട്ടുന്ന കേരളത്തിൽ നല്ല സാധ്യത ഉള്ള ഒരു കൃഷിയുമാണ്, ഒരു ബിസിനസ്സുമാണ്. ആ രംഗത്തേക്ക് ഗവൺമെന്റ് കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും. എത്ര വെറൈറ്റി ഗപ്പികളാണ് ഇപ്പോൾ നിങ്ങളെ കയ്യിലുള്ളത്? എൻ്റെ കയ്യിൽ ഇപ്പം ഏകദേശം 65ലധികം വെറൈറ്റീസ് ഗപ്പികളുണ്ട്. ഇനി തുടർന്ന് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗപ്പി മാത്രമല്ല, മറ്റ് വിദേശ ഇനം മത്സ്യങ്ങളെ, കൗതുക മത്സ്യങ്ങൾ കൂടെ ഫാമിലേക്ക് സെറ്റ് ചെയ്യാനുള്ള പണിപ്പുരയിലാണ്. എങ്ങനെയാണ് ഇത് വളർത്തുന്ന രീതി? വളരെ ഗപ്പി മത്സ്യങ്ങളെ വളർത്തുന്നത് വലിയൊരു റിസ്ക് ഉള്ള രീതിയല്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അതിനൊരു ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും വിമുക്തമാക്കുക. ഫംഗസ് പോലത്തെ രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വിമുക്തമാക്കിയതിനു ശേഷം കിണർ വെള്ളം നിറക്കുകയാണെന്നുണ്ടെങ്കിൽ pH 7 ആയിരിക്കണം. അത് കുഴൽ കിണറാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം പിടിച്ചു വെച്ചാൽ വെള്ളത്തിന്റെ ക്വാളിറ്റി നന്നായി കിട്ടും. ആ രീതിയിൽ പിടിച്ചു വെച്ച വെള്ളത്തിലേക്കാണ് മത്സ്യങ്ങളെ നിക്ഷേപിക്കേണ്ടത്. പുതുതായി വരുന്ന ഈ ഫീൽഡിലേക്ക് വരുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? പുതുതായിട്ട് ഈ മേഖലയിലേക്ക് വരുന്ന കർഷകർക്ക് ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല ബ്രീഡ് തിരഞ്ഞെടുത്തെടുക്കുക. ഇപ്പോൾ അക്വേറിയങ്ങൾ പോലുള്ള ഷോപ്പുകളിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത് പലതരം വെറൈറ്റികളെ ഒന്നിച്ച് ബൾക്കായിട്ട് ചെയ്തുകൊണ്ട് അതിനെ വില കുറച്ച് മാർക്കറ്റിൽ ഇറക്കുന്ന മദ്രാസ് പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ഗപ്പികൾ മേടിച്ച് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇതിൻ്റെ വില നമുക്ക് കിട്ടൂല. അപ്പൊ അതിന് ക്വാളിറ്റി ഉള്ള ബ്രീഡർമാരിൽ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം, നല്ല വൃത്തിയുള്ള രീതിയിൽ വളർത്തുക. വെള്ളം ചീത്തയാവുന്നുണ്ടോ മറ്റു കാര്യങ്ങളോ ശ്രദ്ധിക്കുക. ഫുഡ് ഗപ്പികൾക്ക് കഴിക്കാൻ ആവശ്യമുള്ള ഫുഡ് മാത്രം കൊടുക്കുക. അതിലധികം കിടന്ന് അതിൽ അമോണിയ ഉണ്ടായി വെള്ളം ചീത്തയായിട്ട് ഗപ്പി ചത്തുപോകുന്ന ഒരവസ്ഥയാണ് കൂടുതൽ കൊണ്ടുപോകുന്ന പുതിയ ആളുകളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇതിലുണ്ടായിരുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ പ്രത്യേകിച്ച് ഇപ്പൊ മാർക്കറ്റിംഗ് രംഗത്ത് പ്രതിസന്ധി ഒന്നുമില്ല. പക്ഷെ വരുന്ന കാലങ്ങളിൽ വലിയൊരു പ്രതിസന്ധിക്ക് കാരണമാണ്. തായ്ലൻഡ് പോലത്തെ പുറം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ട്രേഡർമാര് അവര് തന്നെ മാർക്കറ്റിൽ മൊത്തത്തിൽ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ വളരെ വില കൊടുത്ത്, ഇവരിൽ നിന്നും വലിയ സംഖ്യക്ക് കൊടുത്ത് ഒരു ബ്രീഡ് എടുത്ത് അതിൽ നിന്ന് F1 അല്ലെങ്കിൽ F2 F3 പേരന്റിനെ അല്ലെങ്കിൽ കുട്ടികളെ വിൽക്കുന്ന സമയത്ത് ഇതിന്റെ മാർക്കറ്റ് ഇടിയാൻ വലിയ സാധ്യതയാണ്. അതുകൊണ്ട് കൊണ്ടുവരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവര്
ട്രേഡർമാര് ശരിക്കും ബ്രീഡർമാരിലേക്ക് കൊടുക്കുക, അല്ലാതെ ആദ്യമായിട്ട് ഈ രംഗത്തേക്ക് വരുന്ന ആളുകളിലേക്കോ എത്തിച്ചാൽ അവർക്ക് ഇതിന്റെ മാർക്കറ്റ് കണ്ടെത്താൻ കഴിയൂല. അങ്ങനെ മാർക്കറ്റ് കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ അവര് അത് വില കുറച്ച് വിൽക്കും. അങ്ങനെ ഈ ഫീൽഡ് തളർന്നു പോവാൻ സാധ്യത മുന്നിൽ കാണുന്നു.